കൃപയും കരുണയുമുള്ള ദൈവമേ, സ്വർഗീയ കർത്താവേ, ഈ നല്ല നിമിഷങ്ങൾ ഞങ്ങൾ ജീവിതത്തിൽ എന്ത് ഇനി എപ്രകാരം എന്ന ചോദ്യചിഹ്നവുമായി വഴിമുട്ടി നിൽക്കുന്ന പ്രിയപ്പെട്ടവർ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധ തൊഴിലുകളിൽ ആരംഭിച്ച് അത് ഭംഗിയായി പൂർത്തീകരിക്കുവാൻ കഴിയാതെ വണ്ണം ഭാരപ്പെടുന്ന അനേകം മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വിവിധമായ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ, ഇതര തൊഴിൽ മേഖലകളിലായിരിക്കുന്നവർ, ഇതര തൊഴിൽ സ്ഥാപനങ്ങൾ സ്ഥാപിക്കപ്പെട്ട് ഭാവികാല ജീവിതത്തിൽ സമൃദ്ധിയില്ലാതെ കൊഴിഞ്ഞു ഒരവസ്ഥയിലായിരിക്കുമ്പോൾ ദൈവമേ, ഇനിയുള്ള കാലം എങ്ങനെയെന്ന് ചിന്തിച്ചുകൊണ്ട് ഭാരപ്പെടുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ ഒരു പുതിയ വാതായനത്തിലേക്ക് പ്രിയമക്കള് കാലെടുത്തു വെച്ചപ്പോൾ ദൈവമേ, മുമ്പിൽ പതർച്ചകള്, തടസ്സങ്ങള്, പ്രതിസന്ധികളൊക്കെ കടന്നു വരുമ്പോൾ ഇനി മുമ്പോട്ടുള്ള ജീവിതം എങ്ങനെയെന്ന് ചോദിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് വ്യാകുലപ്പെടുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സകല ഭാരവും എൻ്റെ മേലിട്ടുകൊള്ളുവിൻ എന്ന് പറഞ്ഞ കർത്താവിൻ്റെ സന്നിധിയിലാണ് തങ്ങളുടെ ഏതൊരാവശ്യത്തെയും സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് ദൈവമേ, പ്രിയമക്കൾ കടന്നു വരുവാനും അപ്രകാരം ആശ്വാസത്തിന് നിറവ് നൽകി നിറയ്ക്കുന്ന അങ്ങയുടെ നിത്യമായ സ്നേഹത്തെയും എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങളെയും ക്രിസ്തുയേശു മുഖാന്തരം ലഭിക്കുമെന്നുള്ള പരിപൂർണമായ വിശ്വാസത്തോടെ അങ്ങയുടെ അരികിലേക്ക് കടന്നു വരുവാൻ ഏവരെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, ശുഭപ്രതീക്ഷയോടുകൂടി തുടർന്ന് ജീവിതങ്ങളെ ആരംഭിക്കുവാൻ, തുടർന്ന് തങ്ങളുടെ ബിസിനസ്സുകളെ ആരംഭിക്കുവാൻ, തുടർന്ന് തങ്ങളുടെ ജീവിത പാതകളിൽ മുന്നേറുവാൻ ഏതൊരു മക്കളെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരെല്ലാമാണോ നിന്റെ അടുക്കലേക്ക് കടന്നു വരുന്നത്, ആരെല്ലാമാണോ നിന്റെ സന്നിധിയിലേക്ക് പ്രാർത്ഥനാപൂർവ്വം കടന്നു വരുന്നത്, ദൈവമേ, ഒരിക്കലും അവരെ നിരാശരാക്കി വിടാതെ വണ്ണം സമൃദ്ധിയുടെ നന്മ കൊണ്ട് നിറച്ച് ഈ ലോകത്തിന്റെ അനുഗ്രഹങ്ങളെ പ്രാപിച്ചു മുന്നേറുവാൻ ഏവരെ സഹായിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമെന്ന് യേശു ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ.